വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 24th മെയ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 26th മെയ് മുതൽ 30th മെയ് വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിലും മാർക്കറ്റ് ഒരു വലിയ വൊളാറ്റിലിറ്റിക്ക് ശേഷമുള്ള ഒരു കൺസോളിഡേഷനാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വീക്കിൽ ജസ്റ്റ് ഒരു 166 പോയിൻറ്റ്സ് താഴ്ന്ന് മാത്രമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം 166 പോയിൻറ്റ്സ് താഴ്ന്ന് നിഫ്റ്റി 24,853 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ആ ഒരു റാലി നമുക്കറിയാം. രണ്ടാഴ്ച മുമ്പ് നിഫ്റ്റി 24,008 ആയിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം അവിടെ നിന്നാണ് ഈ നിയർലി ഒരു 1000 പോയിൻറ്റ്സോളം മുകളിലേക്ക് വന്നതിന് ശേഷം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ ആ ഒരു ക്ലിയർ ആയിട്ടൊരു സപ്പോർട്ട് ലെവലായിരുന്ന 21,821 എന്നുള്ള ഒരു ലെവലിൽ രണ്ട് പ്രാവശ്യം വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിലാണ് ഇപ്പോൾ നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ ഏതായാലും നിഫ്റ്റിയുടെ അടുത്തൊരു ടാർഗറ്റ് 25,900 എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ 609 പോയിൻറ്റ്സ് താഴ്ന്ന് 81,721 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 56,687 372 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 17,643 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 82 പോയിൻറ്റ്സ് ഉയർന്നാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു അപ്വേർഡ് മൊമെൻറ്റം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേയിൽ നമ്മൾ കണ്ടു, മറ്റുള്ള ദിവസങ്ങളിലൊരു ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്നൊരു മൂഡിലാണെന്നെങ്കിലും വീണ്ടും ഫ്രൈഡേയിൽ നിഫ്റ്റി വീണ്ടും ഒരു റാലിയോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിലും നിഫ്റ്റി ഒരു 25,900 എന്നുള്ള ഒരു ഡയറക്ഷനിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ ആർ ബി ഐ കഴിഞ്ഞ ദിവസം ഒരു 2.69 lakh crores ഡിവിഡൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിന് നൽകാനായിട്ട് അപ്രൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് 27% കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2.11 lakh crores ആയിരുന്നു ഈ എമൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ 2.56 lakh crore അതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എമൗണ്ടാണ് ആർ ബി ഐയിൽ നിന്ന് ഡിവിഡൻഡായിട്ട് ലഭിക്കുന്നത്. ഇതെന്തായാലും നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. കാരണം നമുക്കറിയാം ഈ ഇത്രയും വരുന്നൊരു എമൗണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ്റിന് സഹായിക്കുകയും ഈ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറേയധികം കൂടുതൽ എമൗണ്ട് അലോക്കേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ഡിഫൻസ് സ്പെൻഡിങ്ങിന് കൂടുതൽ എമൗണ്ട് ആവശ്യമുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അതിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇൻഫ്രാസ്ട്രക്ചറിലേക്കും വരുന്ന ഒരു ഫണ്ടെല്ലാം ലിസ്റ്റഡ് ആയിട്ടുള്ള കുറേയധികം ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾക്കൊക്കെ ഫേവറബിൾ ആയിട്ടുള്ളൊരു വളരെ നല്ലൊരു ന്യൂസ് ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഫ്രൈഡേയിൽ കണ്ട ഒരു കാര്യമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഷെയർസ് ഒരു 65% താഴ്ന്നാണ് അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് NSEയിൽ നിന്ന് അറിയാമല്ലേ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതിൻ്റെ ബോണസ് ആയതാണ്. അവരൊരു 2:1 ബോണസ് BSE ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബോണസ് ആയ ഡേറ്റ് ആണ് കഴിഞ്ഞ ഫ്രൈഡേയിലായിരുന്നത്. അപ്പോൾ നിയർലി 7,000 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് 2,400 ലെവലിലേക്ക് ക്രാഷ് ചെയ്താണെന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മുമ്പ് സംസാരിക്കാറുള്ളൊരു കാര്യമാണ് NSEയുടെ സോഫ്റ്റ്വെയറിലുള്ളൊരു മിസ്റ്റേക്കാണ്. കാരണം ഈ കഴിഞ്ഞ ഇപ്പോൾ തേഴ്സ്ഡേയിലെ ഒരു ക്ലോസിങ് നമ്മൾ 7,000 ലെവലിലാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേയിൽ ഓപ്പണിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്
ഈ എക്സ് ബോണസ് റേറ്റുമാണ്. അത് പക്ഷേ ഈ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബോണസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള റേറ്റ് അല്ല NSEയുടെ സോഫ്റ്റ്വെയറിൽ വരിക. അതുകൊണ്ടാണ് ഈ 65% ഡൗൺ ആയിട്ട് കാണിക്കൊണ്ടിരുന്നത്. ആക്ച്വലി BSEയുടെ സ്റ്റോക്ക് നിയർലി ഒരു 5%ഓളം ഉയർന്നാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, ആക്ച്വൽ വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. കാരണം ഒരു ഷെയറിൻ്റെ വാല്യൂ 2300 ലെവലിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റു 3 ഇട്ടാലാണ് നമുക്ക് ആക്ച്വലായിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 2 ബോണസ് സ്റ്റോക്കുകൾ കൂടെ വരുമ്പോൾ 3 സ്റ്റോക്കിലേക്ക് മാറും അത്. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷനായിട്ട് നമ്മൾക്ക് കുറേയധികം പേര് നമ്മൾ വീഡിയോയിൽ തന്നെ കുറേ പ്രാവശ്യം നമ്മൾ BSE കുറിച്ച് സംസാരിക്കാറുള്ളതായതുകൊണ്ട് തന്നെ കുറേയധികം പേരുടെ കയ്യിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ആക്ച്വലി സ്റ്റോക്ക് താഴെ വന്നിരിക്കുകയല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് മുമ്പ് ഒരു സ്റ്റോക്ക് ഇതുപോലെ ഡിമെർജ് ചെയ്യുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോണസ് വരികയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് NSEയിൽ വലിയൊരു ക്രാഷ് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാമായിരുന്നു. നിങ്ങൾ BSEയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് പ്ലസ് അല്ലെങ്കിൽ ഒന്നുകിൽ പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ വലിയ ഈ ക്രാഷ് കാണിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞ് ക്ലയൻസിനെയൊക്കെ സമാധാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഈ BSEയുടെ കാര്യത്തിൽ പക്ഷേ ഈ BSE എന്നുള്ള എക്സ്ചേഞ്ചിന് BSEയിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത് കൊണ്ട് ഈ BSEയുടെ സ്റ്റോക്ക് NSEയിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ BSEയിൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ സ്റ്റോക്കിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കോട്ട് എടുത്ത് നോക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇല്ലാത്തതുകൊണ്ട് പലരും വളരെ പാനിക്കായിരുന്നു ഇങ്ങനൊരു ന്യൂസ്, ഇങ്ങനെയൊരു പ്രൈസ് കണ്ടപ്പോൾ. അതും അവർ ബോണസിൻ്റെ ഷെയർസ് ക്വാണ്ടിറ്റി ഇപ്പോഴും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതുപോലെയുള്ള ഇങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ, ബോണസ് പോലെയുള്ള കോർപ്പറേറ്റ് ആക്ഷൻ വരുമ്പോൾ ക്വാണ്ടിറ്റി ക്രെഡിറ്റ് ചെയ്യാൻ പലപ്പോഴും കുറച്ച് ദിവസങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലെല്ലാം ഇത് വരും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കാണാം. ഞാൻ ആ പറഞ്ഞൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ടിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് BSE എന്നുള്ള സ്റ്റോക്ക് NSEയിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 65%ഓളം താഴ്ന്ന് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഡിമെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് തേഴ്സ്ഡേയിലെ ക്ലോസിംഗ് പ്രൈസും ഫ്രൈഡേയിലെ ഓപ്പണിംഗ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ അത് തേഴ്സ്ഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത് നമുക്കറിയാം 7,300 അടുത്തായിരുന്നു. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 2,358 ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് വന്ന ഒരു വ്യത്യാസമായിരുന്നു. എന്തായാലും BSEയുടെ സ്റ്റോക്കുകൾ, BSEയുടെ ഒരു 100 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 200 സ്റ്റോക്സുകളുടെ ബോണസായിട്ട് ലഭിക്കുമ്പോൾ ടോട്ടൽ ഒരു 300 ഷെയർസ് ആണ് വരുന്നത്. ടോട്ടൽ വാല്യൂ കാര്യമായിട്ടുള്ള വ്യത്യാസം വരില്ല ബോണസ് ഷെയർസ് വരുമ്പോൾ, പക്ഷേ ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ വ്യത്യാസം വരികയും ചെയ്യും. അതുപോലെ നമ്മുടെ BSEയുടെ ഒരു സ്റ്റോക്ക് ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. BSEയുടെ സ്റ്റോക്ക് ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഞാൻ ഒരു 700 ലെവലിലൊക്കെ ആണ് എൻ്റെ ഒരു ബൈങ് പ്രൈസുകളുള്ളത്. പല ലെവലിൽ താഴെ ലെവലിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 700 ലെവലിലൊക്കെ വാങ്ങിയതിന് ശേഷം 350 ലെവലിലേക്കൊക്കെ താഴെ വന്നതിന് ശേഷമാണ് പിന്നീട് ഈ സ്റ്റോക്ക് റാലി ചെയ്തപ്പോൾ ഈ 7,000 ലെവലിലേക്കൊക്കെ ബോണസിന് മുമ്പ് റാലി ചെയ്ത് മുകളിലേക്ക് പോയത്. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ BSEയുടെ സ്റ്റോക്ക് 5,200% റിട്ടേൺ നൽകിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. എന്തായാലും നമ്മളുടെ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണുന്ന ഈ ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും BSEയുടെ സ്റ്റോക്കിൽ ഇത് ഇപ്പോൾ ഫ്രൈഡേയിലെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് എക്സ് ബോണസ് ആയതിന് ശേഷം ഉള്ള റേറ്റാണ്. നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്രോസ് ചെയ്തിരിക്കുന്നത് 2,448 നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ന്യൂസാണ്. മുകുൾ അഗർവാൾ എന്നുള്ള ഒരു ഇൻവെസ്റ്റർ, ഒരു ചെന്നൈ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം ഒരു 95 സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നിയർലി ഒരു 5,000 പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മുകുൾ അഗർവാൾ എന്നുള്ള വ്യക്തി. ഇദ്ദേഹം
16 lakh ഷെയർസാണ് BSE എന്നുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു 32 lakhsോളം ഇപ്പോൾ ഇനി അഡീഷണൽ ബോണസ് ഷെയർസ് ആയിട്ട് കൂടെ ലഭിക്കും. അപ്പോൾ ഒരു ടോട്ടൽ അദ്ദേഹത്തിനൊരു 400 crores അടുത്ത് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ BSEയുടെ സ്റ്റോക്കുകൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ നോക്കിയാൽ അറിയാൻ സാധിക്കും, കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഒരു 3 to 5 yearsൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്ത ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ BSE അതിൽപ്പെടും. വളരെ നല്ല രീതിയിലുള്ള റിട്ടേണാണ് BSEയുടെ സ്റ്റോക്ക് റിട്ടേൺ നൽകിയത്. ഞാനും ബേസിക്കലി നമുക്ക് ഞാൻ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു സമയത്തൊക്കെ പക്ഷേ NSE ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BSEയുടെ ഒരു കാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3 crores അന്നത്തെ വിലയിലുള്ള 3 crores 4 crores ഒക്കെ വേണമായിരുന്നു BSEയിലൊരു മെമ്പർ കാർഡുകളുള്ള ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം NSE വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു രീതിയിലേക്ക് നമ്മളിപ്പോൾ കാണുന്ന ഓൺലൈൻ ട്രേഡിങ്ങിലേക്കൊക്കെ കാര്യങ്ങൾ മൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു യങ്ങർ ഏജിൽ ഞാൻ ചെന്നൈയിൽ പഠിക്കാനായിട്ട് പോയൊരു സമയത്ത്, അതൊരു 91 പീരീഡിലൊക്കെ, അവിടെ അന്നത്തെ നമുക്കറിയാം റീജിയണൽ എക്സ്ചേഞ്ചുകളാണ്. BSE പോലെ തന്നെ അന്ന് നമുക്കറിയാം മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. ഈ മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആക്ച്വൽ ട്രേഡിംഗ് കാണണമെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന പോലെ സ്ക്രീനിൽ നമുക്ക് അന്ന് ട്രേഡിംഗ് കാണാനായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ആക്ച്വലി ഈ ട്രേഡിംഗ് കാണണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൽ പോകാമെന്നുള്ളത് മാത്രമാണ് ഒരു വഴി ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹാളാണ്. ആ ഹാളിൽ നിന്നുകൊണ്ട് നമ്മളൊരു നോർമൽ മാർക്കറ്റിൽ ഓപ്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റോക്കുകൾക്കും ഓരോ കൗണ്ടർ പോലെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് കുറച്ച് പേര് കൂട്ടം കൂടി നിന്ന് കണ്ട് ഞാൻ ഇത്ര രൂപയ്ക്ക് ബയറാണ്, ഞാൻ ഇത്രയ്ക്ക് സെല്ലറാണെന്ന് പലരും പറയുകയും അതിനിടയിൽ അവർ എഗ്രിമെൻറ്റിൽ ആവുന്നവർ തമ്മിൽ അതിന് സ്ലിപ്പുകൾ എഴുതി കൈമാറുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് അന്ന് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ അന്ന് എനിക്കിത് ഇങ്ങനെയാണ് നടക്കുന്നതെന്നാണ്. നമുക്കൊരു വിസിറ്റേഴ്സ് ഗാലറി എന്നുള്ളൊരു സ്ഥലത്ത് നിന്നാൽ, ഒരു ഗ്ലാസ് കൂട്ടിൻ്റെ അടുത്ത് നിന്ന് അതിനകത്ത് നടക്കുന്നതിൽ കുറേ പേരും നടക്കുന്നതും ഓടുന്നതൊക്കെ കാണാമെന്നല്ലാതെ കൃത്യമായിട്ട് അവർ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. അതിന് ശേഷം കുറേ സമയം ഞാൻ അവിടെ നിന്നതിന് ശേഷം ഞാൻ പതുക്കെ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ അതിനുള്ളിൽ കടന്ന് അതിനുള്ളിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ഞാനൊരു ഔട്ട്സൈഡറാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ അവിടെ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു എലൈറ്റ് ഗ്രൂപ്പിന് മാത്രമുള്ളൊരു കാര്യമായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ആക്സസ് എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്. അപ്പോൾ ഇന്നങ്ങനെയല്ല. അതിന് ശേഷമാണ് NSE വരുന്നതും NSEയിൽ സ്റ്റോക്കുകൾ ഇതുപോലെ ഓൺലൈനിൽ നമുക്കതിൻ്റെ റേറ്റുകൾ കാണാൻ സാധിക്കാവുന്ന രീതിയിലായതും അതിനുശേഷം ഓരോ കമ്പനികളുടെ സ്റ്റോക്കുകൾ തന്നെ നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ വാങ്ങാവുന്ന രീതിയിലേക്കൊക്കെ വന്ന ചേഞ്ചസ്, സ്റ്റോക്കുകളുടെ ഡിമാറ്റീരിയലൈസേഷൻ വന്നതും അതിനുശേഷമൊക്കെ വന്ന ഡെവലപ്മെൻറ്റ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ള പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പലപ്പോഴും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്നത് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള BSEയുടെ ഒരു സ്റ്റോക്കുകൾ പിന്നീട് ലിസ്റ്റ് ചെയ്ത സമയത്ത്, അപ്പോൾ അന്ന് നമുക്കിതിൽ BSE അല്ലെങ്കിൽ ഒരു മദ്രാസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഒക്കെ ഒന്നും ആക്സസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ മറ്റുള്ള റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം നിന്നു പോയെന്നുണ്ടെങ്കിലും BSE ആണ് അങ്ങനെ നിലനിന്നതും. ആ കമ്പനിയുടെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വാങ്ങാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിയൊരു സ്റ്റോക്കാണ്. പക്ഷേ അത് പിന്നീട് വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ മുകുൾ അഗർവാൾ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിരുന്നത്.
16 lakh BSEയുടെ സ്റ്റോക്കുകളാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളതെന്നൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ BSE വലിയൊരു റിട്ടേണാണ് ഇദ്ദേഹത്തിനും ഒക്കെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ നൽകിയത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഫ്രൈഡേയിൽ റിസൾട്ട് വന്നൊരു കമ്പനിയാണ് അശോക് ലൈലൻഡ്. അശോക് ലൈലൻഡിൻ്റെ പ്രോഫിറ്റ് 38% ആണ് ഇയർ ഇൻക്രീസ് ചെയ്ത് ഫോർത്ത് ക്വാർട്ടറിൽ ഇൻക്രീസ് ചെയ്ത് 1246 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 6% ഉയർന്ന് 11,907 വന്നിട്ടുണ്ട്. അതുപോലെ അശോക് ലൈലൻഡും 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ബോർഡ് 1:1 ബോണസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്പനി അതിൻ്റെ ക്ലോഷർ ഡേറ്റ് പിന്നീട് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് അശോക് ലൈലൻഡിൻ്റെ സ്റ്റോക്കാണ്, ചാർട്ടാണ്. അശോക് ലൈലൻഡിൻ്റെ ചാർട്ട് അതിൽ നമുക്ക് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 239 കാണാൻ സാധിക്കും. അശോക് ലൈലൻഡിൻ്റെ ഈ ഒരു നല്ല റിസൾട്ടോടുകൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അടുത്തൊരു മൂവ്മെൻറ്റ് ഒരു 266 മൂവ്മെൻറ്റാണ് ഞാൻ അശോക് ലൈലൻഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ 219 സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ രാംകോ സിസ്റ്റംസ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ കമ്പനി ഫോർത്ത് ക്വാർട്ടറിൽ 5.3 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം കമ്പനി 23 crores ലോസ് ആയിരുന്നു ഡിക്ലെയർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി രാംകോ സിസ്റ്റംസ് ഒരു മേജർ ടേൺ അറൗണ്ടാണ് ഈ ക്വാർട്ടറോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ റവന്യൂ ഡിക്ലെയർ ചെയ്ത് 155.3 crores 18% റവന്യൂ ഉയർന്നു തന്നെയാണ് രാംകോ സിസ്റ്റംസ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തത്. എന്തായാലും രാംകോ സിസ്റ്റംസ് ഒരു അപ്വേർഡ് ഡയറക്ഷനിലാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 442 തേഴ്സ്ഡേയിൽ സ്റ്റോക്ക് ഒരു 20% അപ്വേർഡ് മൂവ്മെൻ്റ് എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഫ്രൈഡേയിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് 442 ക്ലോസ് ചെയ്തിരിക്കുന്നത്. രാംകോ സിസ്റ്റംസ് അടുത്ത ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിൽ ഒരു 482 ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുക. അതേസമയം ഒരു കറക്ഷൻസിൽ സപ്പോർട്ടായിരിക്കുക 413 അതുപോലെ നമ്മളെല്ലാ വീഡിയോയിലും ഒരു 4 ഹൈ വാല്യൂ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ. ഒരു 20% അധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ആദ്യത്തെ സ്റ്റോക്ക് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റലക്ട് ഡിസൈൻ അരീന എന്നുള്ള IT സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1082 നമുക്ക് ഈ സ്റ്റോക്ക് ഒരു ഇതിൻ്റെ അപ്വേർഡ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ജൂബിലൻ ഫാർമാവ ലിമിറ്റഡ് എന്നുള്ള ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി 1074 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജൂബിലൻ ഫാർമാവയും ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് വെർണോവ TND ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഇൻഡസ്ട്രിയൽ മെഷീനറി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു 1885 ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും നമുക്കൊരു അപ്വേർഡ് ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് യുനോമിൻഡ എന്നുള്ള സ്റ്റോക്ക്. ഓട്ടോ പാർട്സ് ആൻഡ് ആൻസിലറീസ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്ക് 1009 കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. യുനോമിൻ്റെയും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഹനോസ കൺസ്യൂമർ 29% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ ടെലി 29% ഉയർന്നും, IFCI 23% ഉയർന്നും, ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 23% ഉയർന്നും, എംക്യൂർ ഫാർമ 20% ഉയർന്നും, ഏഞ്ചൽ വൺ 19% ഉയർന്നും, ജൂബിലൻ ഫാർമാവ 18% ഉയർന്നും, ഷിപ്പിംഗ് കോർപ്പറേഷൻ 17% ഉയർന്നും, റിലയൻസ് പവർ 17% ഉയർന്നും, ഫൈസർ 15% ഉയർന്നും, BASF 14% ഉയർന്നും, LT ഫുഡ്സ് 13% ഉയർന്നും, ജേക്കബ് ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് 12% ഉയർന്നും, ക്ലീൻ സയൻസ് 12% ഉയർന്നും, ഗ്രാഫൈറ്റ് 11% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളത് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. FIS
11,591.1 ക്രോഡ്സിൻ്റെ സെല്ലേഴ്സായിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,199.1 ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു എന്നുള്ളൊരു കാര്യം. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 16th മെയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,019 19th മെയിൽ 74 പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിനുശേഷം 20th മെയിൽ 261 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന നിഫ്റ്റി 21st മെയിൽ 129 പോയിൻറ്റ്സ് ഉയർന്നും 22nd മെയിൽ 203 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഫ്രൈഡേയിൽ 243 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയോട് കൂടി നിഫ്റ്റി 24,853 വന്നാണ് ക്ലോസ് ചെയ്തത്. 166 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയാണ് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നോക്കുമ്പോൾ മെയ് മന്തിൽ നിഫ്റ്റി ഇപ്പോഴും 518 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs നോക്കുമ്പോൾ നമുക്ക് കാണാം 200 DMA വരുന്നത് 24,050 ആ ലെവലിന് മുകളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും വളരെ ഫേമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 20 DMA വരുന്നത് 24,553 50 DMA വരുന്നത് 23,724 100 DMA വരുന്നത് 23,450 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 24,792 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കുക 25,280 25,393 25,723 26,225 എന്നീ ലെവൽസ് ആയിരിക്കും. എന്നാൽ 24,792 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 24,522 24,192 23,922 23,511 22,566 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്കൊരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു അപ്പർ റേഞ്ച് 25,900 ലോവർ റേഞ്ച് 23,922 ആയിരിക്കും. പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 24,792 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് 539 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫൈറ്റിൻ്റെ ഈ 539 മുകളിൽ ഉള്ളൊരു റെസിസ്റ്റൻസ് ലെവൽ 595 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ഗ്രാഫൈറ്റ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ടുള്ള സ്റ്റോക്ക് ഡെലിവറി ആണ്. ഡെലിവറി 354 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്ക് 354 മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 390 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ഡെലിവറി ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ സ്റ്റോക്കുകൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യ, അംബുജ സിമെൻറ്റ്, അദാനി പോർട്സ്, ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും നമ്മുടെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.